ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോകുന്നത് ഡു, ഡസ്, ഡിഡിനെ കുറിച്ചാണ്. ഓക്കെ, ഈ ഡു, ഡസ്, ഡിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷ് സെൻറ്റൻസിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഏത് സെൻറ്റൻസിൽ എവിടെയൊക്കെ യൂസ് ചെയ്യാം, ഏത് ടെൻസിൽ യൂസ് ചെയ്യാം, ഇതിൻ്റെ മീനിങ് എന്തൊക്കെയാണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഈ ഡു, ഡസ്, ഡിഡിൻ്റെ മീനിങ് എന്താ എന്ന് നോക്കാം നമുക്ക്. ഡു പിന്നെ ഡസ് എന്ന് പറയുമ്പോൾ അത് രണ്ടിനും സെയിം മീനിങ് ആണ്, ഒരേ മീനിങ് ആണ് വരിക, വ്യത്യാസമില്ല. ഡു എന്ന് പറഞ്ഞാലും ഡസ് എന്ന് പറഞ്ഞാലും ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന് മീനിങ് വരും. ഡിഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ്, ചെയ്തു കഴിഞ്ഞു എന്ന് വരും. അപ്പോൾ ഡൂവും ഡസും പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യും, ഡിഡ് പാസ്റ്റ് ടെൻസ്. അപ്പോൾ ഡൂവിൻ്റെ ഡസിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഡിഡ്. അപ്പോൾ ഡു അഥവാ ഡസ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു, ചെയ്യുക. ഡിഡ് എന്ന് പറഞ്ഞാൽ ചെയ്തു കഴിഞ്ഞു, ചെയ്തു എന്നാണ് മീനിങ് വരിക. അപ്പോൾ ഇംഗ്ലീഷിൽ ഡുവും ഡസിനും സെയിം മീനിങ് ആണെങ്കിൽ എന്തിനാണ് ഈ ഡു പിന്നെ എന്തിനാണ് ഡസ്, ഏതെങ്കിലും ഒന്ന് പോരെ എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഒരു സംശയം തോന്നുന്നുണ്ടാവും. മലയാളത്തിൽ ഇപ്പോൾ സംസാരിക്കുമ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെ മുന്നിൽ ചെയ്യുക, ചെയ്യുന്നു എന്ന് നമ്മൾ യൂസ് ചെയ്യും. അതിന് പെർട്ടിക്കുലറായിട്ട് ഇന്ന സബ്ജക്റ്റിൻ്റെ മുന്നിൽ മാത്രം ചെയ്യുക ഉപയോഗിക്കണം, അങ്ങനെയൊന്നും റൂൾസ് ഇല്ല. പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നിർബന്ധങ്ങളുണ്ട്, കുറച്ച് റൂൾസ് ഉണ്ട്. എന്ന് വെച്ചാൽ ചില സബ്ജക്റ്റുകളുടെ മുന്നിൽ ഡു മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ, ചില സബ്ജക്റ്റിന് മുന്നിൽ ഡസ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഡു ഉപയോഗിക്കുന്ന സബ്ജക്റ്റിന്റെ മുന്നിൽ ഡസ് ഉപയോഗിക്കാൻ പാടില്ല, ഡസ് ഉപയോഗിക്കുന്ന സബ്ജക്റ്റിന്റെ മുന്നിൽ ഡു ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ രണ്ടിനും ഒരേ മീനിങ് ആണ്. ഇപ്പോൾ ആ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, ഡൂവിൻ്റെ ഡു യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം നമ്മൾക്ക്. അപ്പോൾ ഐ, യു, വി, ദേ, ദെൻ, പിന്നെ കുറച്ച് പ്ലൂറൽ വേർഡ്സുകളുടെ മുന്നിൽ, എല്ലാ പ്ലൂറൽ വേർഡ്സ്, കുറച്ചല്ല, എല്ലാ പ്ലൂറൽ വേർഡ്സുകളുടെ മുന്നിലും നമ്മൾ ഡു ആണ് ഉപയോഗിക്കുക. ചെയ്യുക എന്നൊരു അർത്ഥം കിട്ടണമെങ്കിൽ ചെയ്യുന്നു, ഞാൻ പാട്ട് പാടുന്നു, ഞാൻ കളിക്കുന്നു, ഞാൻ പഠിക്കുന്നു, ഞാൻ ജോലി ചെയ്യുന്നു എന്നെല്ലാം മീനിങ് കിട്ടണമെങ്കിൽ, അങ്ങനെ ഒരു അർത്ഥം കിട്ടണമെങ്കിൽ നമ്മൾ ഡു ആണ് ഉപയോഗിക്കുക. അതുപോലെ ഡസ് എന്ന് ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് ഏതൊക്കെയാന്ന് വെച്ചാൽ ഹി, ഷീ, ഇറ്റ്, പിന്നെ സിംഗുലർ സബ്ജക്റ്റിന്റെ മുന്നിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാം, ഡസ് എന്ന വേർഡ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ സിംഗുലർ വേർഡ്സ് എന്ന് പറയുമ്പോൾ ഒരാളുടെ പേരായിരിക്കാം, രാധ, രാജു, ഷീന, ഇങ്ങനത്തെ ഓരോ നെയിംസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കാറ്റ്, ഡോഗ്, അങ്ങനത്തെ വേർഡ്സുകളൊക്കെ വരുന്ന സമയത്ത് ഒരു സിംഗുലർ സബ്ജക്റ്റ് വരുന്നതിന് മുമ്പിൽ നമ്മളെപ്പോഴും ഡസ് ആണ് ഉപയോഗിക്കുക. അതുപോലെ പ്ലൂറൽ വേർഡ്സ് എന്ന് പറഞ്ഞാൽ, സബ്ജക്റ്റ് എന്ന് പറഞ്ഞല്ലോ, ആ പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ വരുന്നത് ഇപ്പോൾ രാധ ആൻഡ് രാജു, മീ ആൻഡ് ഹി, ഷീ ആൻഡ് ഹെർ, അങ്ങനെ രണ്ടാളെ കുറിച്ച്, മൂന്നാളെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കുറിച്ച്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് തിങ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് ഡു. ഡുവും ഡസും നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് ടെൻസിലാണ്. പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് ഡു, ഡസ് ഉപയോഗിക്കുക. ഡിഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിനെ കുറിച്ച് ഉപയോഗിക്കുന്നത്, നമ്മൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് പറയാനാണ്, കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേർഡാണ് ഡിഡ്. ഡിഡ് എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഡിഡിന്റെ മുന്നിൽ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് ഏതൊക്കെയാന്ന് വെച്ചാൽ ഡൂയിലും ഡസിലും എല്ലാം ഉപയോഗിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളും ഡിഡ് ഉപയോഗിക്കും. അതിന് ഡിഡ് ഈ സെന്റൻസിന്റെ മുന്നിൽ അല്ല ഈ സബ്ജക്റ്റിന്റെ മുന്നിലാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള ഒരു റൂൾസ് ഒന്നുമില്ല. എല്ലാ സബ്ജക്റ്റിന്റെ മുന്നിലും പാസ്റ്റ് ടെൻസിനെ അറിയിക്കാൻ വേണ്ടിയിട്ട്, പാസ്റ്റ് ടെൻസ് ആണ് ഈ ഇൻസിഡന്റ് എന്ന് അറിയിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് ഡിഡ്. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. പ്രസന്റ് ടെൻസിൽ ഡൂവും ഡസും ഉപയോഗിക്കും എന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഈ പ്രസന്റ് ടെൻസിൽ കുറച്ച് സെന്റൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആകും. എക്സാമ്പിൾ പ്രസന്റ് ടെൻസിൽ നോക്കാം. അപ്പോൾ പ്രസന്റ് ടെൻസിൽ എക്സാമ്പിൾസ് പറയണമെങ്കിൽ ഡൂവും ഡസും യൂസ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ പാസ്റ്റ് ടെൻസിൽ എക്സാമ്പിൾ നോക്കാം. പാസ്റ്റ് ടെൻസിൽ എക്സാമ്പിൾ ആകണമെങ്കിൽ ഡിഡ് യൂസ് ചെയ്താൽ മതി. എക്സാമ്പിൾ ഫസ്റ്റ് നമുക്ക് പ്രസന്റ് ടെൻസിൽ നോക്കാം. പ്രസന്റ് ടെൻസിൽ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന മീനിങ് കിട്ടാൻ ഡു ആണ് അല്ലെങ്കിൽ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നു. പാസ്റ്റ് ടെൻസിൽ ഡിഡ് ആണ്, ചെയ്തു എന്ന് വരാനാണ്
ഡിഡ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഈ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമാറ്റ് ഫസ്റ്റ് സബ്ജക്റ്റ്, നെക്സ്റ്റ് ഡു അല്ലെങ്കിൽ ഡസ്, ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി ഡു അല്ലെങ്കിൽ ഡസ് യൂസ് ചെയ്യണം. കാരണം നമ്മൾ ഏതൊക്കെ റൂൾസ് അറിയാലോ, ഏതൊക്കെ സബ്ജക്റ്റിന്റെ മുന്നിൽ ഏതൊക്കെ വേണം നമുക്കറിയാലോ, ഡു ആണോ ഡസ് ആണോ അത് നോക്കിയിട്ട് ഡു അല്ലെങ്കിൽ ഡസ് ചെയ്യാം. നെക്സ്റ്റ് പ്ലസ് വേർബ് ചേർത്താൽ ഒരു സെൻറ്റൻസ് ആയി. അപ്പോൾ എക്സാമ്പിൾ സബ്ജക്റ്റ് ഐന് മുന്നിൽ വരുന്ന വേർബ് ആക്സിലറി വേർബ് ഡു ആണ്. നെക്സ്റ്റ് വേർബ് ഞാൻ എക്സസൈസ് എന്നെടുക്കാം. ഓക്കെ, അപ്പോൾ ഐ ഡു എക്സസൈസസ്, ഞാൻ എക്സസൈസ് ചെയ്യുന്നു. അപ്പോൾ ഡുവിന്റെ അർത്ഥം ഇവിടെ എന്ത് വന്നു? ചെയ്യുന്നു. ഓക്കെ, ഡസിന്റെ അർത്ഥം ചെയ്യുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഡസിന്റെ മുന്നിൽ വരുന്ന സബ്ജക്റ്റ് ആണ് ഹി, ഷീ, ഇറ്റ്. അപ്പൊ ഞാനിവിടെ ഹി ആണ് എടുക്കുന്നത്. ഹി ഡസ് എക്സസൈസസ്, അവൻ എക്സസൈസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ പ്രസന്റ് ടെൻസിൽ എക്സാമ്പിൾ മനസ്സിലായി, ഒരു സെന്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ഇതുപോലെ ഡു വെച്ചിട്ടും ഡസ് വെച്ചിട്ടും എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇതിൽ കുറേ എക്സാമ്പിൾസ് തന്നാൽ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ബോറാകും, ക്ലാസ് ബോറായി തുടങ്ങും. അപ്പോൾ നിങ്ങൾ സ്വന്തം പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഐ ഡു എക്സസൈസ് ചെയ്തു പറഞ്ഞു തന്നു. അപ്പോൾ ഡൂവിൻ്റെ മുന്നിൽ ഐ മാത്രമല്ലല്ലോ വരിക, സബ്ജക്റ്റ് ഏതൊക്കെയാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു. ഇപ്പോൾ ഐ, യു, വി, ദേ എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ഐ, യു, വി, ദേ എല്ലാം വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് നോക്കുക. എന്ന് വെച്ചാൽ വി ഡു എക്സസൈസ് അല്ലെങ്കിൽ ദേ ഡു ഹോംവർക്ക്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർബ്സ് ചേർത്തിട്ട് നിങ്ങൾക്ക് എക്സാമ്പിൾസ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി ഇത് പാസ്റ്റിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, പാസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞ കാര്യം ചെയ്തു എന്നല്ലേ നമ്മൾ പറയാം. അപ്പോൾ ഈ ചെയ്തു എന്ന അർത്ഥം കിട്ടാൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഡിഡ്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾ നോക്കാം. അതും സെയിം, ഫസ്റ്റ് സബ്ജക്റ്റ് പിന്നെ ആക്സിലറി വേർബ് പ്ലസ് വേർബാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സെന്റൻസ് ഞാൻ പറയാം. ഈ ഡിഡിന് മുന്നിൽ പെർട്ടിക്കുലർ ആയിട്ട് ഇന്ന സബ്ജക്റ്റ് തന്നെ വേണമെന്നില്ല, എല്ലാ സബ്ജക്റ്റിന് മുന്നിലും ഡിഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ ഡിഡ് മൈ ഹോംവർക്ക്, ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തു എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡിഡ് യൂസ് ചെയ്തത്. അതുപോലെ ഇനി ഷീ, ഹി, ഇറ്റ് ഏത് യൂസ് ചെയ്താലും, ഇപ്പോൾ സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഏതായാലും പാസ്റ്റ് പറയാൻ നമ്മൾ ഡിഡ് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് ഹി വെച്ച് തുടങ്ങാം. ഹി ഡിഡ് ഹിസ് ഹോംവർക്ക്, അവൻ അവൻ്റെ ഹോംവർക്ക് ചെയ്തു. തന്നപ്പോൾ നിങ്ങൾക്ക് ഡൂവും ഡസും പ്രസന്റിലും പാസ്റ്റിലും യൂസ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായല്ലേ? ഇനി ഇതുപോലത്തെ എക്സാമ്പിൾസ് നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഈ എൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ, ഇനിയും കൂടുതൽ അറിയണോ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചെയ്തു തരുന്നതായിരിക്കും. ആവശ്യങ്ങൾ അറിയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഏത് ടൈപ്പിലെ ക്ലാസ് വേണം എന്ന് എനിക്ക് അറിയാൻ പറ്റൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ക്ലാസ് എടുത്ത് മനസ്സിലാക്കി തരുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഡു, ഡസ്, ഡിഡ് യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ച് നമുക്ക് ആവശ്യങ്ങൾ അറിയേണ്ടി ഇരിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ എങ്ങനെ ഡൂവും ഡസും ഡിഡ് യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡൂവിൻ്റെ മുന്നിൽ യൂസ് ചെയ്യുന്ന സബ്ജക്റ്റും ഡസിൻ്റെ മുന്നിൽ യൂസ് ചെയ്യേണ്ട സബ്ജക്റ്റും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. മുന്നിൽ യൂസ് ചെയ്യേണ്ട സബ്ജക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നതുപോലെ ഐ, യു, വി, ദേ പ്ലൂറൽ വേർഡ്സ്. ഡസിൻ്റെ മുന്നിൽ ഹി, ഷീ, ഇറ്റ് സിംഗുലർ വേർഡ്സ്. ഞാനിത് വീണ്ടും ആവർത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒരുപാട് തവണ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നാൽ പിന്നെ ഇത് ബൈ ഹാർട്ട് അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ബ്രെയിനിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ചെയ്യും. ആ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ചിലപ്പം ചില ആൾക്കാർക്ക് ഇത് ബോറടിക്കും എന്ന് എനിക്കറിയാം. പക്ഷേ പെട്ടെന്ന് ക്യാച്ച് ആവാൻ വേണ്ടിയിട്ട് ഏത് ടൈമിൽ ഇത് കേൾക്കുമ്പോഴും ഈ ഡു എവിടെയാണ് ഡസ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഡു വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് എങ്ങനെ? ഡു യു ഹംഗ്രി? നിനക്ക് വിശക്കുന്നുണ്ടോ? ഡു യു നീഡ് കോഫി? നിനക്ക് കോഫി ആവശ്യമുണ്ടോ?
അപ്പോൾ ഡു വെച്ചിട്ട് നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഉണ്ടോ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡു യൂസ് ചെയ്യും. അപ്പോൾ ചെയ്യുക, ചെയ്യുന്നു എന്ന് മാത്രമല്ലാതെ നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉണ്ടോ എന്ന ഒരു മീനിങ് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡു യൂസ് ചെയ്യും. നെക്സ്റ്റ് ഒരു ഡസ് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഡസ് ഹി പ്ലേ? അവൻ കളിക്കുന്നുണ്ടോ? അപ്പോൾ അവിടെ ഉണ്ടോ എന്ന ഒരു മീനിങ് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് സിംഗുലർ ആയ ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയിപ്പോൾ പ്ലൂറൽ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടണം എന്ന് വെച്ചാൽ ഡു ആണ് ഉപയോഗിക്കുക. ഇപ്പോൾ ഡു യു എന്ന് പറയുമ്പോൾ നമ്മൾ സിംഗുലർ ആണെങ്കിലും അവിടെ ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഡു യൂസ് ചെയ്തത്. ഓക്കെ, ഇനി പ്ലൂറലിൽ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആക്സിലറി വേർബാണ് ഡു. ഡു ദേ വർക്ക് എന്ന് പറഞ്ഞാൽ അവർ ജോലി ചെയ്യുന്നുണ്ടോ? ഡു ദേ വെന്റ്? അവർ പോയോ? അപ്പോൾ പോയോ, അങ്ങനെയൊക്കെ ഒരു പോയോ, ഉണ്ടോ എന്നുള്ള ഒരു മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആക്സിലറി വേർബാണ് ഡു, ഡസ്. ഇനി പാസ്റ്റിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം? ഫോർ എക്സാമ്പിൾ, നീ പോയോ എങ്ങനെ ചോദിക്കാം? നീ പോയോ? ഇന്നലെ നീ പോയോ? ഇന്നലെ നീ സിനിമ കാണാൻ പോയോ എന്നൊക്കെ നമ്മൾ ചോദിക്കൂലേ? ഇന്നലെ നീ പോയോ? അത് പാസ്റ്റിലെ ഇന്നലത്തെ കാര്യത്തിനെ കുറിച്ച് ചോദിക്കുക. അപ്പോൾ നീ പോയോ എന്നെങ്ങനെ ചോദിക്കുക? ഡിഡ് യു ഗോ എന്ന് പറയാം. ഡിഡ് യു ഗോ? അപ്പോൾ ഡിഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യമാണ്, പോയോ. ഡിഡ് യു ഗോ? നീ പോയോ? ഫോർ എക്സാമ്പിൾ, നീ പണ്ട് സ്പെയിനിൽ പോയ സമയത്ത് നീ സ്പാനിഷ് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. പണ്ട്, ഇപ്പം അല്ല, പണ്ട് സ്പെയിനിൽ പോയ കാലത്ത്. ഡിഡ് യു സ്പീക്ക് സ്പെയിൻ? നീ സ്പെയിൻ സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഇപ്പോൾ പ്രസന്റ് ടെൻസിനും പാസ്റ്റ് ടെൻസിനും എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഡിഡ് വെച്ചിട്ട് സംസാരിക്കാമെന്ന് നോക്കാം. നിങ്ങൾക്ക് പറഞ്ഞു തന്നിനു ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുന്നു. അപ്പോൾ ഇത് നെഗറ്റീവ് ആക്കിയിട്ട് എങ്ങനെ പറയാം? ചെയ്യുന്നു എന്ന് പറയുന്ന പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ചെയ്യുന്നില്ല, ചെയ്യുക ചെയ്യില്ല, ചെയ്യുന്നു ചെയ്യുന്നില്ല. അപ്പോൾ ഈ ചെയ്യുന്നില്ല എന്ന മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് ഡു പ്ലസ് നോട്ട്, ഡോണ്ട്. ഡു നോട്ട് എന്ന് പറയും, അതിന് ഷോർട്ടായിട്ട് നമ്മൾ ഡോണ്ട് എന്ന് പറയും. അപ്പോൾ സെയിം ഡസ് വെച്ചിട്ട് നമ്മൾക്ക് ഇല്ല, ചെയ്യുന്നില്ല, പോകുന്നില്ല, പോകുന്നുണ്ടോ, പോകുന്നില്ലേ, ചെയ്യുന്നുണ്ടോ, ചെയ്യുന്നില്ലേ, ഇല്ലേ എന്ന നെഗറ്റീവ് കിട്ടാൻ ഡസിന്റെ മുന്നിൽ ഒരു നോട്ട് ചേർക്കും, ഡസ് നോട്ട്. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യാം? ഡസൻറ്റ് എന്ന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പാസ്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഡിഡ് എന്ന് പറയും. അത് നെഗറ്റീവ് ചെയ്യണമെങ്കിൽ ഡിഡ് പ്ലസ് നോട്ട്, ഡിഡ് നോട്ട്. അതിന് ഡിഡിറ്റ് എന്ന് നമ്മൾക്ക് ഷോർട്ടായിട്ട് പറയാൻ പറ്റും. നെഗറ്റീവ്, പോസിറ്റീവും നെഗറ്റീവും കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാകാൻ പറ്റും. എക്സാമ്പിൾ നോക്കാം. യു ഡു ഡാൻസ്. നിങ്ങൾ ഡാൻസ് ചെയ്യുക. അപ്പോൾ അതൊരു പോസിറ്റീവാണ്, ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നെഗറ്റീവ് ആകണമെങ്കിൽ ചെയ്യുക എന്നത് ചെയ്യരുത് എന്നാകണം. അപ്പോൾ യു ഡു ഡാൻസ്, നീ ഡാൻസ് ചെയ്യുക. യു ഡോണ്ട് ഡാൻസ്, നീ അല്ലെങ്കിൽ നിങ്ങൾ ഡാൻസ് ചെയ്യരുത്. യു ഡോണ്ട് ഡാൻസ്, നിങ്ങൾ ഡാൻസ് ചെയ്യരുത്. ഇനി ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നോക്കിയാലോ? ഓക്കെ, ഡു യു ലൈക്ക് മൈ ഷർട്ട്? നിങ്ങൾക്ക് എൻ്റെ ഷർട്ട് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടോ. അപ്പോൾ അതിന് നെഗറ്റീവായി മാറ്റണമെങ്കിലോ ഇഷ്ടപ്പെട്ടില്ലേ എന്നാകണം. പെട്ടോ എന്ന് പറയുമ്പോൾ പോസിറ്റീവും, ഇഷ്ടപ്പെട്ടില്ലേ എന്ന് വരണമെങ്കിൽ ഇല്ലേ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവായിട്ട് ഡു യു ലൈക്ക് മൈ ഷർട്ട്? നിങ്ങൾക്ക് എൻ്റെ ഷർട്ട് ഇഷ്ടമാണോ? അപ്പോൾ ഡോണ്ട് യു ലൈക്ക് മൈ ഷർട്ട്? നിനക്ക് എൻ്റെ ഷർട്ട് ഇഷ്ടപ്പെട്ടില്ലേ? ഈ സെന്റൻസിൽ ആണോ എന്നത് പോസിറ്റീവും അല്ലേ എന്നത് നെഗറ്റീവും ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു എക്സാമ്പിൾ, യു സ്പീക്ക് സ്പാനിഷ്. നിങ്ങൾ സ്പാനിഷ് സംസാരിക്കുന്നു. യു ഡോണ്ട് സ്പീക്ക് സ്പാനിഷ്. നിങ്ങൾ സ്പാനിഷ് സംസാരിക്കുന്നില്ല. സംസാരിക്കുന്നു, സംസാരിക്കുന്നില്ല. അപ്പോൾ അതെങ്ങനെ നെഗറ്റീവും പോസിറ്റീവും ആയി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ഇത്ര ഒരു 3 എക്സാമ്പിൾസ് ഡു വെച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നു. ഇനി ഡസ് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ നോക്കാം. ഡസ് ഷീ ലൈക്ക് മാംഗോസ്? അവൾക്ക് മാംഗോസ് ഇഷ്ടമാണോ?
ഡസൻറ്റ് ഷീ ലൈക്ക് മാംഗോസ്, അവൾക്ക് മാംഗോസ് ഇഷ്ടമല്ലേ. അപ്പോൾ ഇവിടെ വന്ന വ്യത്യാസം ആണോ അല്ലേ. അപ്പം നെഗറ്റീവ് ആണോ, പോസിറ്റീവ് ആണോ, നെഗറ്റീവില് അല്ലേ. ഇത് മനസ്സിലായി കാണാം. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഹി ഡസ് ഗോ, അവൻ പോകുന്നു. ഹി ഡസൻറ്റ് ഗോ, അവൻ പോകുന്നില്ലേ. പോകുന്നോ, പോകുന്നില്ലേ. ഇതിലെ വ്യത്യാസം മനസ്സിലായി കാണും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പാസ്റ്റിൽ നോക്കാം. പാസ്റ്റിൽ ഒരു മീനിങ് കിട്ടണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട വേർഡ്സ് ഡിഡ് ആണ്. വൈ ഡിഡ് യു സേ ദാറ്റ്, എന്തിനാണ് നിങ്ങൾ അത് പറഞ്ഞത്. പറഞ്ഞത്. ഇനി പറയാത്തത്, അപ്പോൾ നെഗറ്റീവ് ആകണമെങ്കിൽ പറയാത്തത്. വൈ ഡിഡ് യു സേ ദാറ്റ്, എന്തിനാണ് നിങ്ങളത് പറഞ്ഞത്. വൈ ഡിഡ്ന്റ് യു സേ ദാറ്റ്, എന്തിനാണ് നിങ്ങളത് പറയാത്തത്. വൈ ഡിഡ്ന്റ് യു സേ ദാറ്റ്. I hope you found this lesson useful. Thank you so much for watching this video. Keep liking, sharing and supporting. I will be back soon with another lesson. Bye bye.